വികാരപരവശരായ പുരുഷന്മാർ നയിക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ അധികാരത്തിലിരിക്കുന്ന താലിബാനികളെ സംബന്ധിച്ച് മുട്ടിലെഴയുന്ന പെൺകുട്ടിയെ കണ്ടാലും അങ്ങേയറ്റം സ്ത്രീകളുടെ ഒരു മുടി കണ്ടാലും അവർക്ക് വികാരം ഉണരും. ഒരു കാലത്ത് മറ്റു പ്രദേശങ്ങളെപ്പോലെ ഏറെ വികസിതമായിരുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നു പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരെയും അവരുടെ രീതികളെയും കണ്ടാൽ ലോകം എത്രയോ പതിറ്റാണ്ട് തിരിഞ്ഞു കറങ്ങിയതുപോലെയാണ് തോന്നുക. ലോകം താലിബാനികളെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണെങ്കിലും അവരുടെ ഭാവം തങ്ങളെന്തോ മഹത്തരമായ കാര്യം ചെയ്യുകയാണ്, വലിയ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രാകൃതരെന്ന് മുദ്രകുത്തി ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി. 2021 ഓഗസ്റ്റിലാണ് അഫ്ഗാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ച് താലിബാൻ വികാരന്മാർ അധികാരം പിടിച്ചെടുത്തത്. മുൻപും ഇവർ അധികാരത്തിൽ വരികയും അവിടുത്തെ ജനതയ്ക്ക് വരുത്താവുന്ന നാശങ്ങളൊക്കെ വരുത്തിയതുമാണ്. എന്നാൽ ഒരു കണക്കിന് ഈ വികാരജീവികളെ പുറന്തള്ളി ജനങ്ങളൊന്ന് സമാധാനമായി ശ്വസിച്ചു തുടങ്ങിയതേയുള്ളൂ. മരിച്ചാൽ സ്വർഗത്തിൽ ഹൂറികളെ കിട്ടും എന്ന വിശ്വാസത്താൽ ഇവർ വീണ്ടും കൊല്ലിനും കൊലയ്ക്കും തയ്യാറായി വന്നു. ഈ നാടിനെ മുച്ചൂടും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ പിന്തുണ കൂടി ഇവർക്ക് ലഭിച്ചപ്പോൾ ഇവർ കൂടുതൽ ശക്തരായി. അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയതു മുതൽ ഇവരുടെ വികസിത ചിന്തകളൊക്കെയും സ്ത്രീകളെ ചുറ്റിപ്പറ്റിയാണ്. ആദ്യം ചെയ്തത് സ്ത്രീകളെ തടവറയിലാക്കാൻ പുതിയ നിയമങ്ങൾ പാസാക്കുകയാണ്. ഈ വികാരന്മാരെ വാർത്തകളിലൊക്കെ കാണുന്നത് തന്നെ തോക്കും ഏന്തിയാണ്. രണ്ടാമത് അധികാരമേറ്റപ്പോൾ ഇവർ നാടിന്റെ വികസനത്തിനു വേണ്ടി പാസാക്കിയ വലിയ നിയമം എന്തെന്നാൽ സ്ത്രീകൾ ശരീരം മുഴുവൻ ചാക്കുകൊണ്ട് പൊതിയണം, അങ്ങേയറ്റം മുഖം വരെ. ദിവസം മുഴുവൻ ഈ ചാക്കിൽ കെട്ടിയടച്ച് ഇരിക്കുകയും വേണം. വികാരന്മാരായ താലിബാനികൾക്ക് ഇവരെ കാണുമ്പോൾ വികാരം പൊട്ടിയൊഴുകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഭരണപരിഷ്കാരം എന്നാണിവർ പറഞ്ഞത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിലും ഗോത്രകാല ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് എന്തു പ്രസക്തിയാണുള്ളത്? സ്വർഗത്തിലെ ഹൂറികളോടൊത്ത് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഭൂമിയിൽ 24 മണിക്കൂറും പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസമൂഹത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാനാണ്? സ്ത്രീകൾ പുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല. അഥവാ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെന്ന് വെച്ചാൽ വീട്ടിലുള്ള പുരുഷനെ കൂടി സഹായത്തിന് കൂട്ടണം. കാരണം സ്ത്രീകൾ ചാക്കുകെട്ടിനകത്താണെങ്കിലും ഒറ്റയ്ക്ക് ഒരു ചാക്കുകെട്ട് നടന്നു വന്നാൽ പോലും സ്ത്രീയാണെന്ന ബോധം ഉണ്ടാകുന്നതിനാൽ ഇവർക്കുടൻ വികാരം വരും. അതുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷയും ഇവിടുത്തെ പുരുഷന്മാരുടെ വികാരവും നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഉത്തമ മാതൃക താലിബാനികൾ തലപുകഞ്ഞാലോചിച്ച് നടപ്പിലാക്കിയത്. പിന്നെ വേണ്ടത് കാശാണ്. അതിനവർ കഞ്ചാവിനെ കാർഷിക വിളയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ലോകത്തിലെ ഏത് കോണിൽ കയറ്റിയച്ചാലും പൊന്നിൻ വില കിട്ടുകയും ചെയ്യും. പ്രാകൃതർ എന്ന ലോകം മുദ്രകുത്തി മുഖം തിരിച്ചതുകൊണ്ട് മറ്റെവിടെ നിന്നും യാതൊരു ശല്യവും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ വികാരന്മാർക്ക് തങ്ങളിവിടെ ജീവിച്ചിരിക്കുകയാണ്, മഹത്തരമായ ഒരു പരിഷ്കാരം കൊണ്ടുവരികയാണെന്ന് മാലോകരെ അറിയിക്കണമെന്ന് തോന്നും. മാലോകർക്ക് ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരുപോലെയാണ്. കാരണം ഇവർ കൊണ്ടുവരുന്ന പൊട്ടത്തരങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് ഇവിടുത്തെ സ്ത്രീകളാണെന്ന് എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ളതാണ്. സ്ത്രീകൾ പൊതുസമൂഹത്തിൽ സംസാരിക്കാനോ പാടാനോ പാടില്ല, അതാണിപ്പോഴത്തെ നിബന്ധന. എന്നാൽ സ്ത്രീകളുടെ ക്ഷമയുടെ സകല പരിധിയും താലിബാന്റെ ഗോത്ര നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ പറയുന്നത് ഞങ്ങളും ജീവനുള്ള മനുഷ്യരാണ്, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പട്ടിയെയും പൂച്ചയെയും കിളികളെയും എടുത്താൽ തന്നെ അവയിലൊന്നും സ്ത്രീ പുരുഷ വ്യത്യാസത്തിലുള്ള നിബന്ധന കാണാൻ കഴിയില്ല. അപ്പോൾ അതിനേക്കാൾ ഉയർന്നു ചിന്തിക്കുന്ന മനുഷ്യൻ സ്ത്രീകളെ വെറും ഭോഗവസ്തുവാക്കി മാറ്റാനായി കാടൻ ഗോത്ര നിയമങ്ങൾ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? ഇവർ ഇവിടുത്തെ സ്ത്രീകളോട് കാണിക്കുന്നത് കണ്ടാൽ നമ്മുടെ ആൻഡമാനിലെ പ്രാകൃത വംശജർ പോലും ഇതിലും ഭേദമാണെന്ന് തോന്നും. കാരണം അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന ശിശു ആൺകുട്ടിയാണെങ്കിൽ അവൻ ഭാവിയിൽ സ്ത്രീകളെ നോക്കിക്കാണുന്നത് ഭോഗവസ്തുവായിട്ടാണ്. ജനിപ്പിച്ച അമ്മയ്ക്ക് പോലും ഇവർ സ്വാതന്ത്ര്യം നൽകില്ല. ഇവരുടെ വൈകൃത ചിന്തയെ ആർക്കും തിരുത്താനാകില്ല. കാരണം ഇവർ അത്രത്തോളം അക്രമകാരികളാണ്. അവരെ സംബന്ധിച്ച് പുരുഷന്മാർ ഭൂമിയിലേക്ക് വന്നത് ഭോഗിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണെന്ന് തോന്നും. അവരുടെ രീതിയെ ചോദ്യം ചെയ്യുന്നവരെ നശിപ്പിച്ചാൽ സ്വർഗത്തിൽ 72 ഹൂറുകളെ സമ്മാനമായി കിട്ടും. അതുകൊണ്ട് ഭൂമിയെ സ്വർഗമായി കാണുന്ന, ജീവിച്ചിരിക്കുന്ന കാലത്തോളം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർ ഈ വികാരജീവികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് കാലം കഴിക്കട്ടെ എന്ന് വിധി എഴുതി. എന്നാൽ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പെൺകുട്ടിയായിപ്പോയി എന്നതിൻ്റെ പേരിൽ ചാക്കൽ പൊതിഞ്ഞ് ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കാനോ പുറത്തിറങ്ങാനോ കഴിയാത്ത വിധത്തിൽ മുറിയുടെ ഇരുട്ടറകളിൽ ഭോഗവസ്തുവായി കാലം കഴിക്കുകയാണ് സ്ത്രീകൾ. സ്വന്തമായി ഒരു പേര് പോലും ഇല്ലാത്ത ജീവിതം. യുനെസ്കോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടുത്തെ 1.4 മില്യൺ പെൺകുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയാതെ വന്ന ഈ 3 വർഷങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് വീട്ടു സാധനങ്ങൾ എവിടെ പോയാലാണ് വാങ്ങാനാവുക എന്നുപോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്.
എന്നാൽ സ്ത്രീകളുടെ ക്ഷമയുടെ സകല പരിധികളും താലിബാൻ ലംഘിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ ഇപ്പോൾ വീടിന്റെ തടവറകളിലിരുന്ന് പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും അതൊക്കെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതിഷേധത്തിന്റെ അലകൾ പൊങ്ങുന്നത് നമുക്ക് കാണാനാകും. താലിബാനികൾ തോക്കുകൊണ്ട് കണക്ക് തീർക്കുമെന്ന് അറിയാമെങ്കിലും സ്ത്രീകൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നിശബ്ദത അവരെ സംബന്ധിച്ച് ജീവിച്ചിരിക്കലും മരിക്കുന്നതിന് തുല്യമാണ്.